ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 27. ജാതസ്യാഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യർത്ഥേ ന ത്വം ശോചിതുമർഹസി. വിവർത്തനം: ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം: ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മമെടുക്കേണ്ടി വരുന്നു. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മമെടുക്കുവാൻ വേണ്ടി മരിക്കുകയും വേണം. ഇപ്രകാരം ഒരാൾ ഒന്നിനു പിറകെ ഒന്നായുള്ള ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉഴലുന്നു. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യ സമൂഹത്തിൽ നീതിപാലനത്തിനു വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാതെ വരുന്നു. കുരുക്ഷേത്ര യുദ്ധം ഈശ്വര കൽപ്പിതമാകയാൽ അനിവാര്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള സമരം ക്ഷത്രിയ ധർമ്മവുമത്രേ. സ്വധർമ്മം നിറവേറ്റേണ്ട അർജുനൻ ബന്ധുക്കളുടെ മരണത്തെപ്പറ്റി ഖേദിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതെന്തിന്? ഈ നിയമം അർജുനൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അർജുനൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന അതേ പാപ പ്രതികരണങ്ങൾക്ക് തന്നെ അദ്ദേഹം വിധേയനാകും. തന്റെ ശരിയായ കർത്തവ്യം നിർവഹിക്കാത്തതുകൊണ്ട് മാത്രം ബന്ധുജനങ്ങളുടെ മരണം തടയാൻ അർജുനന് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, തെറ്റായ കർമ്മപഥം തെരഞ്ഞെടുത്തതുകൊണ്ട് അദ്ദേഹം തരം താഴ്ന്നു പോവുകയും ചെയ്തേനെ. ശ്ലോകം 28. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. വിവർത്തനം: സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെയിരിക്കെ വ്യസനത്തിന്റെ ആവശ്യമെന്ത്? ഭാവാർത്ഥം: ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി 2 വിഭാഗം തത്വജ്ഞാനികളുണ്ട്. 2 വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ലെന്ന് സ്പഷ്ടമാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമ്മ അനുയായികൾ നാസ്തികരെന്ന് വിളിക്കുന്നു. വാദത്തിനു വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട്. സൃഷ്ടിക്ക് മുൻപ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ല. അവ അവ്യക്ത ദശയിലുമാണ്. സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭാവമുണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അതിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ, ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉളവാകുന്നു. ഉദാഹരണമായി, ഭൂമിയിൽ നിന്നുളവായ ഒരു പടുകൂറ്റൻ കെട്ടിടമെടുക്കുക. അത് തകർന്നടിയുമ്പോൾ വീണ്ടും അവ്യക്ത ദിശയിലെത്തുന്നു. അവസാനം അണുപ്രായമായി തീരുകയും ചെയ്യുന്നു. ഊർജ സന്തുലന നിയമം ലംഘിക്കപ്പെടുന്നില്ല. കാലഗതിയിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നു, മറയുന്നു എന്ന വ്യത്യാസമേയുള്ളൂ. അപ്പോൾ ആവിർഭാവത്തിലോ തിരോഭാവത്തിലോ ദുഃഖിക്കാൻ എന്തുണ്ട്? തിരോഭാവ ദിശയിലും ഒന്നും നശിക്കുന്നില്ലല്ലോ. ആരംഭത്തിലും അവസാനത്തിലും മൂലകങ്ങളെല്ലാം അവ്യക്ത ദശയിൽ തന്നെ. മധ്യദശയിൽ മാത്രമേ ആവിർഭാവമുള്ളൂ. സാരമായ ഭൗതിക വ്യത്യാസങ്ങളൊന്നും അത് ഉണ്ടാക്കുന്നില്ലതാനും. ഈ ഭൗതിക ശരീരങ്ങൾ കാലാന്തരത്തിൽ നശിക്കുന്നവയും
അന്തവന്ത ഇമേ ദേഹ, ആത്മാവ് അനശ്വരനുമാണെന്നുമുള്ള നിത്യശോക്ത ശരീരണ. ഗീതോപദിഷ്ടമായ വൈദിക മതം സ്വീകരിക്കുകയാണെങ്കിൽ ശരീരം ഉടുപ്പ് മാത്രമാണെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. ഉടുപ്പൊന്നു മാറ്റുന്നതിൽ എന്തിനു വിഷാദം? ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതികദേഹത്തിന് യാഥാർത്ഥ്യമേയില്ല. ഏതാണ്ടൊരു സ്വപ്നം പോലെയുള്ള ഒന്നാണത്. സ്വപ്നത്തിൽ നാം ആകാശത്തിലൂടെ പറക്കുന്നതായും രാജകീയ രഥത്തിൽ ഇരിക്കുന്നതായും കാണാറുണ്ട്. പക്ഷേ ഉണരുമ്പോൾ അതെല്ലാം മിഥ്യാ അനുഭവങ്ങളാണെന്നറിയുന്നു. ഭൗതിക ശരീരത്തിന്റെ അസ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദിക ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത്. ഇങ്ങനെ ആത്മാവ് ഉണ്ടെന്നത് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ദേഹനാശത്തിൽ വ്യസനിക്കേണ്ടതില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.